എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. എന്ത്? ഇന്ദ്രൻ ഒരു ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോയിക്കൊണ്ട് ചോദിച്ചു. അവന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു. അവന്റെ ദേഷ്യത്തോടെയുള്ള മുഖം കണ്ടതും മായയുടെ ഹൃദയം നുറുങ്ങി. കാരണം ശ്രീയേണ്ട അനിയൻ എന്നതിലുപരി ശ്രീയേണ്ട മനസ്സിന്റെ സൂക്ഷിപ്പുകാരൻ കൂടിയാണ് ഇന്ദ്രേട്ടൻ. ഇന്ദ്രേട്ടൻ അറിയാത്ത ഒന്നും തന്നെ ശ്രീയേണ്ട ജീവിതത്തിൽ ഇല്ലെന്ന് വേണം പറയാൻ. അത്രയ്ക്കും ഒരേ മനസ്സായി ജീവിക്കുന്നവരാണവർ. ഹൃദയത്തിൽ രക്തമൊലിക്കുന്ന വേദനയുണ്ടെങ്കിലും മായ ധൈര്യം വീണ്ടെടുത്തു. തന്റെ അച്ഛന്റെ ജീവനേക്കാൾ വലുതല്ല തനിക്കൊന്നും. അച്ഛന്റെ ജീവന്റെ മുമ്പിൽ തന്റെ പ്രണയം ഒരുപാട് താഴെയാണ്. അച്ഛന്റെ ജീവൻ ഇല്ലാതാക്കിയിട്ട് പ്രണയിച്ചവന്റെ കൂടെ തനിക്കൊരു ജീവിതം വേണ്ട. മോളെ, നീ എന്താ പറഞ്ഞ്? മായയുടെ അച്ഛൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആൾക്കരിയിലേക്ക് എഴുന്നേറ്റു വന്ന് അവളെ പിടിച്ചു വിളിച്ചു. അച്ഛൻ എന്നോട് മറ്റെന്തോ പറയാനായി മായ വാ തുറന്നതും കുറച്ചപ്പുറത്തായി നിൽക്കുന്ന ശില്പയുടെ മുഖം കണ്ട് അവളൊന്ന് വിറച്ചു. ഒരു നിമിഷം തന്റെ മുമ്പിൽ നിൽക്കുന്ന അച്ഛന്റെ ജീവൻ താൻ കാരണം ഇല്ലാതാവുന്ന ഓർത്തപ്പോൾ അവളുടെ നെഞ്ചകം പൊള്ളി. അതെ അച്ഛ, എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല. എന്തുകൊണ്ട്? അതിനുള്ള ഉത്തരം പറയുന്നീ. സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും എപ്പോഴും തന്നെ ചേർത്ത് പിടിച്ച അച്ഛന്റെ ദേഷ്യം നിറഞ്ഞ മുഖം അന്ന് ആദ്യമായി അവൾ കണ്ടു. അത് എനിക്ക് ശ്രീയേട്ടനെ ഇഷ്ടമല്ല, അത്ര തന്നെ. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഹൃദയം നീറിയാണെങ്കിലും മായ പറഞ്ഞൊപ്പിച്ചു. മാധവന്റെ സർവ്വനിയന്ത്രണം വിട്ടുപോയിരുന്നു. അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചു. നിമിഷ നേരം കൊണ്ട് അദ്ദേഹത്തിന്റെ കൈകൾ ശക്തിയിൽ മായയുടെ കവിളിൽ പതിഞ്ഞു. അപ്രതീക്ഷിതമായി കിട്ടിയ അടിയായതുകൊണ്ട് മായ നിന്നെടുത്ത് തന്നെ വേശുപോയി. അമ്മയുടെ ഉള്ളിൽ അതേ ദേഷ്യം നിറഞ്ഞെങ്കിലും വീഴാൻ പോയ അവൾ അമ്മ പിടിച്ച് കടുപ്പത്തിലൊന്ന് നോക്കി. ഇത്രയും കാലമായിട്ട് തന്നെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാത്ത അച്ഛൻ ഇന്ന് ആദ്യമായി അടിച്ചിരിക്കുന്നു, അതും തന്റെ കവിളിൽ കിട്ടിയ അടിയേക്കാൾ അവൾക്ക് വേദന തോന്നിയത് ഹൃദയത്തിലെ മുറിവായിരുന്നു. പറയടി, എന്തുകൊണ്ടാ ശ്രീഹരി നിനക്ക് ഇഷ്ടമില്ലാത്ത? മാധവൻ വീണ്ടും ചോദിച്ചു. അതിന്റെ കാരണം പറ, അതെനിക്കറിയണം. കാരണം ഞാനും നിന്റെ അമ്മയും കണ്ടുപിടിച്ച് തന്നല്ല ശ്രീയെ നിനക്ക്. അങ്ങനെയാണെങ്കിൽ അതിന് തെറ്റു പറയാനില്ല. ഇത് പക്ഷേ നിങ്ങൾ രണ്ടാളും പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടവരാ. നിങ്ങളുടെ ഇഷ്ടത്തിൽ രണ്ട് കുടുംബത്തിൽ ആർക്കും ഒരു പങ്കുമില്ല. എന്നിട്ടിപ്പോ അവന് ഇഷ്ടമല്ലെന്ന്. ഇന്നലെ വരെ പ്രാണനെ പോലെ സ്നേഹിച്ച ശ്രീഹരി ഇന്നേക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അത് നീ പറയണം. പറയടി. മാധവ, വേണ്ട. അവൾക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടാവും. അതിനിങ്ങനെ ദേഷ്യം വേണ്ട, വിട്ടേക്ക്. ശ്രീധരൻ മായയുടെ അച്ഛനെ നോക്കി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയല്ല സർ, നമ്മൾ ഓരോരുത്തരും ഇത്രയും വർഷങ്ങൾ കൺമുമ്പിൽ കണ്ടല്ലേ അവരുടെ ഇഷ്ടം. അവരൊന്നാവുന്ന സ്വപ്നം കണ്ടിരുന്നവരല്ലേ നമ്മൾ ഓരോരുത്തരും. ആരും അവരുടെ ബന്ധത്തെ എതിർത്തിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇഷ്ടം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത്? നമ്മുടെയൊക്കെ കാത്തിരിപ്പ് അവസാനിച്ച ഈ സന്തോഷത്തിൽ അവള് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അത് നമുക്കറിയണ്ടേ? മുത്തശ്ശൻ പറഞ്ഞു കേട്ടതും മായയുടെ അച്ഛൻ വേദനയോടെ പറഞ്ഞു. അത് വേണ്ട മാധവ, ഇനി അവളെ ബുദ്ധിമുട്ടിക്കണ്ട. നമ്മളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാരണം അവൾക്കുണ്ടാവും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനിയും താൻ അവളെ നിർബന്ധിക്കണ്ട. മുത്തശ്ശൻ വീണ്ടും പറഞ്ഞു. മാധവനും നടങ്ങി. മായ ഒരു നിമിഷം ദയനീയമായി അച്ഛനെ നോക്കി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോന്നും മായയുടെ ഹൃദയം കുത്തിക്കീറുന്നതായിരുന്നു. എങ്കിലും അവളുടെ വേദന അല്പം പോലും പുറത്തു കാണിക്കാതെ ഓരോരുത്തരെയും അവൾ മാറി മാറി നോക്കി. അച്ഛാ. വേണ്ട. ഹൃദയം നീറിപ്പോയിന്ന വേദന അവൾ വിളിച്ചപ്പോൾ അയാൾ മറുപടി പറഞ്ഞു. ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണ്ട, പോയിക്കൊന്റെ മുമ്പീന്ന്. ഇത്രയും സ്നേഹവും ദയുള്ള ശ്രീമോനെ വേണ്ടെന്ന് പറഞ്ഞ നീയൊന്നും ഒരു കാലത്തും. അങ്കിൾ വേണ്ട. പെട്ടെന്ന് ഇന്ദ്രൻ മാധവൻ വിളിച്ചാവും. അദ്ദേഹം ഇന്ദ്രനെ നോക്കി. മുത്തശ്ശൻ പറഞ്ഞ പോലെ മായക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനിയും മായോട് സംസാരിക്കണ്ട, വിട്ടേക്ക്. മായയുടെ വാക്കുകൾ ഓരോന്നും ഇന്ദ്രന്റെ മനസ്സിൽ അവളോട് വെറുപ്പ് നിറച്ചെങ്കിലും തന്റെ ഏട്ടൻ സ്നേഹിച്ചവളെ ശപിക്കാൻ അനുവദിച്ചുകൂടാ. ആ ഒറ്റ കാരണം കൊണ്ടാണ് മാധവനെ അവൻ പിടിച്ചു നിർത്തിയത്. ഇന്ദ്രന്റെ വാക്ക് കേട്ടതും ഈർഷ്യയോടെ മാധവൻ സോഫയിലേക്ക് ഇരുന്നു. ശ്രീഹരി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. മായയുടെ വീട്ടിൽ പോയതിന്റെ വിവരങ്ങൾ എന്തായിരിക്കുമെന്നറിയാതെ അവൻ നിന്നുരുകി. ഇന്ന് പുലർച്ചെ മുതൽ അവൻ അനുഭവിക്കുന്ന ടെൻഷൻ അത്രത്തോളം ഉണ്ടായിരുന്നു. ഇന്ദ്രൻ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, ഓൺലൈനിൽ വരുന്നുമില്ല. അതേപോലെ മായയും. കുറച്ചു മുമ്പ് വിളിച്ചപ്പോൾ പോലും ഫോൺ സ്വിച്ച് ഓഫ്. ഇതുവരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പോലുമില്ല. ഇത്രയും നാളുകൾക്കിടയിൽ ഇങ്ങനെയൊരു പെരുമാറ്റം അവളിൽ നിന്നുണ്ടായില്ല. ഇടയ്ക്ക് തന്റെ തിരക്ക് കൊണ്ട് വിളിക്കാൻ ഇത്തിരി വൈകിപ്പോയാൽ പരിഭവങ്ങളും പരാതികളും പറയുന്ന പെണ്ണാണ്. എന്നിട്ടാണ് ഇത്രയും സമയമായിട്ടും തന്നെ അത് വിളിച്ചു നോക്കുക പോലും ചെയ്യാത്തത്. എന്തായിരിക്കും അവൾക്ക് പറ്റിയത്? ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലാം ഓക്കെ ആവുമെന്നറിയാം. ആവാതിരിക്കാൻ കാരണങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും മനസ്സിലെവിടെയോ എന്തെന്നില്ലാത്തൊരു കൊളുത്തുവലി വീണ്ടും ശ്രീഹരിക്ക് അനുഭവപ്പെട്ടു. കുറച്ചു സമയമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഓർത്തിട്ട് വല്ലാത്തൊരു പിടച്ചിൽ അവരെ പിടികൂടിയിരുന്നു. എങ്കിലും എല്ലാം നല്ല രീതിയിൽ തീരുമാനമായിട്ടുണ്ടാവുമെന്ന് ആശ്വസിച്ച ഇന്ദ്രന്റെ വിളിക്കായി ശ്രീഹരി കാത്തിരുന്നു. സുധാകര. അല്പസമയത്തിനുള്ളിൽ മാധവൻ ശ്രീഹരിയുടെ അച്ഛനെ നോക്കി.
ഞാനൊരു കാര്യം പറയട്ടെ. എന്താ മാധവ, പറഞ്ഞോളൂ. എന്താണെങ്കിലും നിങ്ങൾക്ക് തുറന്നു പറയാം. കാര്യം മറ്റൊന്നുമല്ല, എനിക്ക് പെൺമക്കൾ 3. സുധാകരന്റെ മകൻ ഇത്രയും നാൾ ഇഷ്ടപ്പെട്ടയാൾക്ക് അവനെ വേണ്ടെങ്കിൽ വേണ്ട, അതിന്റെ പിന്നാലെ ഇനി പോയിട്ടും കാര്യമില്ലല്ലോ. ശ്രീമംഗലത്തുള്ളവർക്ക് ആർക്കും എതിർപ്പില്ലെങ്കിൽ എന്റെ 2ാമത്തെ മകൾ ശില്പയെ ശ്രീഹരിക്ക് നൽകാൻ ഞങ്ങൾക്ക് സമ്മതമാ. അത് കേട്ടതും ഇന്ദ്രൻ മാധവനെ പകപ്പോടെ നോക്കി. നിങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനം പറയണമെന്ന് ഞാൻ പറയുന്നില്ല, നന്നായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. കാരണം തെറ്റുകാർ ഞങ്ങളാ. വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വീട്ടിലേക്ക് വന്ന നിങ്ങൾ അപമാനിച്ച പോലെ ഇതിപ്പോ അത് ക്ഷമ ഉണ്ടോന്ന് തീരില്ലെന്ന് എനിക്കറിയാം. ഏയ്, അങ്ങനെയൊന്നും ഇല്ല മാധവ. അല്ലെങ്കിൽ ഇതൊന്നും തന്റെ തെറ്റുകൊണ്ടല്ലോ. മാധവന്റെ സംസാരത്തിന് ശ്രീധരനാണ് മറുപടി പറഞ്ഞു. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം സുധാകര, തന്റെ അഭിപ്രായം എന്താണെങ്കിലും പറഞ്ഞു. ശ്രീധരൻ പറഞ്ഞുകൊണ്ട് മകന്റെ നേരെ തിരിഞ്ഞു. അതിനാലോചിക്കാനൊന്നുമില്ല അച്ഛാ, എനിക്ക് സമ്മതം. പെട്ടെന്ന് സുധാകരന്റെ ശബ്ദമുയർന്നു. ഇന്ദ്രനടക്കം എല്ലാവരും അദ്ദേഹത്തെ നോക്കി. മായ ഒരു ഞെട്ടിലോടെ മുഖമുയർത്തി. ശ്രീയേട്ടന്റെ അച്ഛൻ. അദ്ദേഹം പറഞ്ഞ വിശ്വാസപരാധമായ അദ്ദേഹത്തെ നോക്കി. തന്റെ അച്ഛനെ പോലെ ഏറെ വാത്സല്യത്തോടെ തന്നെ ഇഷ്ടപ്പെട്ട ഒരാൾ. ആ അച്ഛന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അവളുടെ ഉള്ളിൽ നോവ് പുലർത്തിയെങ്കിലും അവൾ അദ്ദേഹത്തെ ഇങ്ങോട്ടാ നോക്കി നിന്നു. തന്റെ മകനെ വേണ്ടാത്തവൾക്ക് മുമ്പില് ശ്രേയമോള് പറഞ്ഞ പോലെ ശില്പ തന്നെ ശ്രീഹരിയുടെ പെണ്ണാവട്ടെ. അവളുടെ നോട്ടത്തിന് മറുപടിയായി അയാളെ ഉള്ളാൽ പറഞ്ഞുകൊണ്ട് മായ വെറുപ്പോടെ നോക്കി മുഖം തിരിച്ചു. മോൾക്ക് സമ്മതമല്ലേ? ശ്രീഹരിയുടെ അച്ഛൻ ശില്പക്കരികിൽ വന്നിട്ട് ചോദിച്ചു. അവളൊരു പുഞ്ചിരിയോടെ തലയാട്ടി. സമ്മതാണ്, പുഞ്ചിരിക്കൊപ്പോൾ പറഞ്ഞൊപ്പിച്ചു. ആ, അത് മതി. എന്നാ പിന്നെ ഇതങ്ങ് ഉറപ്പിക്കാം. ശരി സുധാകര, അല്ലെങ്കിലും എന്റെ ശില്പമോൾ എന്റെ വാക്കിനപ്പുറം പോവില്ല. അവൾക്ക് ശ്രീഹരി ആദ്യം ഇഷ്ടമാണ്, അതുകൊണ്ട് അവൾക്ക് സമ്മതക്കുറൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അച്ഛൻ പറഞ്ഞിട്ട് അവിടെ ചുണ്ടിലൊരു പുഞ്ചിരി നിറഞ്ഞു നിന്നു. അതിനപ്പുറം അവൾ ഉള്ളാൽ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. താൻ ആഗ്രഹിച്ച ആ നിമിഷം വന്നിരിക്കുന്നു. ഒരാൾക്ക് പോലും സംശയം തോന്നാത്ത രീതിയിൽ തന്റെ പ്ലാനിങ് വിജയിച്ചിരിക്കുന്നു. അത് മതി. ഇനിയുള്ള ശ്രീയേട്ടനാണ്. ആ മനസ്സിൽ നിന്ന് ചേച്ചിയെ പിഴുതെറിയണം. അവിടെ ആ മനസ്സിലെ ഈ ശില്പം മാത്രമാവണം. ഇനിയുള്ള തന്റെ നീക്കം അതിനു വേണ്ടിയാണ്. ഇത്രയൊക്കെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കി കൂടെ നിഷ്പ്രയാസം സാധിക്കും. അവൾ മായയെ നോക്കി. സോറി ചേച്ചി, ഈ അനിയത്തി അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി. അതിന് തിരുത്തിയെഴുതാൻ കഴിയില്ല, ക്ഷമിച്ചേക്ക്. ചേച്ചി ആ പ്രശാന്തേട്ടൻ കിട്ടിയങ്ങ് ജീവിക്ക്. അല്ലെങ്കിൽ ചേച്ചിക്ക് എന്തുകൊണ്ട് യോജിച്ച അയാൾ തന്നെയാ. ശില്പ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മായയെ നോക്കി. അവിടെ ആ നിൽപ്പ് മുഖഭാവം കണ്ടതും തികട്ടി വന്ന കരച്ചിൽ മായ അടക്കി പിടിച്ചു. ശേഷം അച്ഛനെ നോക്കി. അച്ഛ, ഈ മോളോട് പൊറുക്കണേ. അച്ഛനേക്കാൾ വലുതല്ല എനിക്കൊന്നും. തല്ലിക്ക് എത്ര വേണേലും, എന്നാലും ശപിക്കരുത്. എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അച്ഛ. അല്ലാതെ എൻ്റെ അച്ഛനെ കുരുതി എടുത്തിട്ട് എനിക്ക് എൻ്റെ ശ്രീയേട്ടൻ്റെ കൂടെ ജീവിക്കേണ്ട. മായ ഹാളിലിരിക്കുന്ന ഓരോരുത്തരെയും മാറി മാറി നോക്കി. എല്ലാവരും വിവാഹത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. താൻ പറഞ്ഞു പോയതിന്റെ ദേഷ്യമോ സങ്കടമോ ഇപ്പൊ ആരുടെ മുഖത്തും കാണുന്നില്ല. അവരൊക്കെ എല്ലാം മറന്നിരിക്കുന്നു. ഇന്ദ്രേട്ടൻ മാത്രം അവർക്കിടയിലില്ല. ആള് പുറത്തെവിടെയോ ആണ്. തനിക്കിനി അവിടെ സ്ഥാനമില്ലെന്നറിഞ്ഞതും മായ അച്ഛനെ ഒന്നുകൂടെ നോക്കി മെല്ലെ റൂമിലേക്ക് വലിഞ്ഞു. റൂമിൽ കയറിയതും മായ വാതിൽ ലോക്ക് ചെയ്തൊരു പൊട്ടിക്കരച്ചിലൂടെ ബെഡിലേക്ക് വീണു. ശ്രീയേട്ട, ഈ പെണ്ണിനെ ശപിക്കരുത്. എനിക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ട്. എനിക്ക് എൻ്റെ അച്ഛനെയും ശ്രീയേട്ടനെ ഒത്തിരി ഇഷ്ടം. അത്രമേൽ പ്രിയപ്പെട്ടവര്. എന്നിലെ ശ്വാസവും നിശ്വാസവും. ഞാൻ ഇന്ന് ഉറങ്ങുന്ന ഈ മുഖം ഓർത്തിട്ട് എന്നിലെ ഓരോ അണുവിലും ഞാൻ പോലും അറിയാതെ നിങ്ങൾ എന്നിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഞാനെന്ന പെണ്ണിനെ ഞാനായി കണ്ണു സ്നേഹിച്ചു. നിങ്ങൾ മാത്രം ശ്രീയേട്ട ഇപ്പോഴും സ്നേഹിക്കുന്നു. പക്ഷേ എൻ്റെ അച്ഛനെ കൊല കൊടുത്തിട്ട് എനിക്ക് എൻ്റെ ശ്രീയേട്ടൻ്റെ കൂടെ ജീവിക്കാനാവില്ല. എന്നോട് പൊറുക്കണം, ശപിക്കരുത് എന്നെ. അവൾ നിയന്ത്രണമില്ലാതെ പൊട്ടിക്കരഞ്ഞു. അവർ വന്നതിന് ശേഷം ശില്പ തന്നെ ഏൽപ്പിച്ച ആ ഫോൺ അവൾ കയ്യിലെടുത്തു. ഫോണിലെ ഗാലറി ഓപ്പൺ ചെയ്ത് അവൾ ശ്രീഹരിയുടെയും തന്നെ ഫോട്ടോയിലേക്ക് വേദനയോടെ നോക്കി. പലയിടത്തുനിന്നും പലപ്പോഴായി ഒരുമിച്ചെടുത്ത ഒരുപാട് ഫോട്ടോസ്. അതെല്ലാം കണ്ടതും അവളുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും സങ്കടങ്ങൾ ഉരുണ്ടുകൂടി. ശരീരം വിറക്കുന്നു, ഹൃദയം വല്ലാതെ പൊള്ളുന്നു, ചുണ്ടുകൾ വിതുമ്പുന്നു. ശ്രീയേട്ട. അവന്റെ കൂടെയുള്ള സന്തോഷ നിമിഷങ്ങൾ ഓർത്തു മായയുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. അതോടൊപ്പം നോവാൽ തീർത്തൊരു പുഞ്ചിരിയും അവളുടെ ചുണ്ടിൽ തത്തിക്കളിച്ചു. പെട്ടെന്ന് അവളുടെ ഉള്ളിൽ ഒരു ഉൾഭയം പോൽ ശില്പയുടെ മുഖം തെളിഞ്ഞു. ഇനി തന്റെ ശ്രീയേട്ടൻ തന്റേതല്ലോ എന്നുള്ളിൽ നിന്നാരോ മൊഴിഞ്ഞതും ഫോൺ മാറ്റിവെച്ച് തലകിണിൽ മുഖം ചേർത്ത് അവൾ വിതുമ്പി. കണ്ണുനീർത്തുള്ളികൾ ഒരു തോരാമഴയായി അവളിൽ നിന്ന് ഉതിർന്നു വീഴുമ്പോഴും അവളുടെ ഉള്ളം തന്റെ പ്രാണനിൽ നിന്ന് വേർപ്പെടാനാവാതെ തേങ്ങി. തന്റെ ശ്രീയേട്ടനോട് എന്ന് മറുപടി എത്താൻ പറയുക. മായയുടെ വീട്ടിൽ നിന്നിറങ്ങിയതും യാത്രയിലൂടെ നീളം ഇന്ദ്രന്റെ മനസ്സ് കാരണങ്ങൾ തേടിക്കൊണ്ടേയിരുന്നു. അച്ഛനും മുത്തച്ഛനും വല്യച്ഛനും പരസ്പരം ഒന്നും സംസാരിക്കുന്ന പോലുമില്ല. അവരുടെ മുഖയിടയ്ക്ക് അവർ ശ്രദ്ധിച്ചപ്പോൾ വലിയ രീതിയിലുള്ള ടെൻഷനൊന്നും അവരിൽ കണ്ടതുമില്ല. പക്ഷേ
ഇന്ദ്രന്റെ ഹൃദയം തന്റെ ഏട്ടനെ ഓർത്ത് വിങ്ങിപ്പൊട്ടുകയായിരുന്നു. എന്തു പറയും താൻ? എല്ലാം നോക്കിക്കൊള്ളാൻ തന്നെ ഏൽപ്പിച്ചു പോയ ആളോട് താൻ എന്താണ് പറയുക? ഇതിനോടൊക്കെ ഒരുപാട് വിളികൾ തന്നെ ഫോണിൽ വന്നിട്ടുണ്ട്. ഒന്നും ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇനി മെസ്സേജ് അങ്ങനെ തന്നെ വന്ന് കിടപ്പുണ്ടാവും. ഒന്നും നോക്കിയില്ല, ഒന്നും നോക്കാൻ വയ്യ, ഒന്നും പറയാനും വയ്യ. ഓരോന്നോർത്ത് അവന്റെ തലപിരുത്തു. അതോടൊപ്പം ശ്രീ എണ്ണ വേണ്ടെന്ന് പറഞ്ഞ മായയോട് തീർത്താൽ തീരാത്ത ദേഷ്യവും അവന്റെ മനസ്സിൽ ഇരച്ചേറി. എന്തിനാണ് അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ആർക്കു വേണ്ടിയാ? എനിക്ക് ശ്രീ എണ്ണ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ ആ ശബ്ദം ഇടറിയത് എന്തിനാണ്? ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ ഒരു ഇടർച്ചയുടെ കാര്യമുണ്ടോ? ഇഷ്ടമായിട്ടും അവൾ ആർക്കോ വേണ്ടി ത്യാഗം ചെയ്താണോ? അത് കഴിഞ്ഞിട്ട് അവളുടെ ഹൃദയം നീറിപ്പോയെന്ന പോലെ തോന്നിയില്ലേ? അല്ലെങ്കിൽ തനിക്ക് മാത്രം തോന്നിയതാണോ? ആയിരിക്കാല്ലേ? അവൻ ആശ്വസിച്ചു. അതല്ലാതെ അവന്റെ മുമ്പിൽ വേറെ വഴിയില്ലായിരുന്നു. എത്ര തന്നെ ആശ്വസിക്കാൻ ശ്രമിച്ചിട്ടും അവന്റെ ഹൃദയം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിൽ തറഞ്ഞു നിന്നു. മയ്യേട്ടാ, ശ്രീമംഗലത്തുള്ളവർ വീട്ടിൽ നിന്നിറങ്ങിയതും മൈ റൂമിലേക്ക് കയറി ശ്രേയയെ വിളിച്ചു. വീട്ടിൽ നടന്ന കാര്യങ്ങൾ അറിഞ്ഞതും അവളുടെ ഉള്ളിൽ സന്തോഷം അലതല്ലി. പറയടാ, അപ്പൊ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആയി അല്ലേ? അതേ ശ്രേയ, നിനക്കായിരുന്നുള്ള ശില്പയുടെ കാര്യത്തിൽ ഇത്രയും ആഗ്രഹം. എന്തായാലും അത് നടന്നില്ലേ? സന്തോഷമായോ? യെസ്, അത് നടന്നു. സന്തോഷമായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ ഈ പെണ്ണിനെ ഇന്ന് വിളിച്ചില്ലല്ലോ ഇതുവരെ. ശ്രേയയുടെ വാക്കിൽ ശില്പയെ കുറിച്ചുള്ള പരിഭവം നിറഞ്ഞ കുറ്റപ്പെടുത്തലുകൾ നിറഞ്ഞു വന്നു. അത് സാരടാ, അവൾ ആ സന്തോഷത്തിന്റെ ത്രില്ലില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടക്കുമ്പോൾ നമ്മളിൽ നിറയുന്ന വല്ലാത്തൊരവസ്ഥയില്ലേ? അതായി ഇപ്പോൾ മനസ്സ്. അവളൊന്ന് സന്തോഷിക്കട്ടെ. കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, താൻ വിഷമിക്കണ്ട. ആ, അത് ശരിയാ. എന്നാൽ അവൾ എന്ത് മാജിക് ഇതിൽ കാണിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല മയ്യേട്ടാ. കാര്യം എന്തായാലും മായച്ചതിലും മൂക്കും കുത്തി വീണു. യെസ്, താൻ പറഞ്ഞ സത്യ. അപ്പൊ ചേച്ചിയുടെ മുഖം ഒന്ന് കാണായിരുന്നു. ദേഷ്യവും സങ്കടവും. അതിന് മാത്രം എന്തോന്ന് ശില്പ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. എന്തായാലും അവൾ പറയുമ്പോൾ പറയട്ടെ അല്ലേ മയ്യേട്ടാ? അവളുടെ സന്തോഷം അത് മാത്രം മതി. നീ വേണ്ടേ? ശില്പയുടെ കാര്യം പറഞ്ഞെത്തിയതും മായ അവളെ പ്രണയത്തോടെ വിളിച്ചു. എന്താണ് ചെക്ക ഒരു കിന്നാരം? ചിരിച്ചോണ്ട് അവൾ ചോദിച്ചു. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോടാ? ഏയ് ഇല്ല മയ്യേട്ടാ, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ വാവയ്ക്ക് സുഖം തന്നെയല്ലേ? പിന്നെ സുഖമില്ലാണ്ടിരിക്കുക. അതിന്റെ ചോദ്യത്തിൽ ആദ്യമൊന്നും പതിരെങ്കിലും പിന്നെ അവൾ മറുപടി പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് നമുക്കൊന്നുകൂടെ കൂടിയാലോ? ഇനി എന്ന് നമ്മൾ ഒരുമിച്ചല്ല മയ്യേട്ടാ. പിന്നെന്താ ഇപ്പോ? അതൊക്കെയാണ്. എന്നിരുന്നാലും ഒന്നുകൂടെ വല്ലാതെ കൊതിയാവുന്നു വേണ്ടേ നിന്നിൽ അലിയാൻ, നിന്റെ സ്നേഹം അറിയാൻ. അത്രയ്ക്ക് കൊതിയുണ്ടോ? പിന്നിലാണ്ട് നീ അറിഞ്ഞല്ലേ എന്റെ കൊതി. ആ അതാ. അവൾ നാണമൂർന്ന ചിരിയാൽ പറഞ്ഞു. എന്നാലേ വേഗം വരാൻ നോക്ക്. നമ്മുടെ ആ ഇടം വരാവോ? വരാം. നോക്കട്ടെ എന്നല്ല, വന്നേ പറ്റുള്ളൂ. ഓക്കെ. ശ്രീയുടെ മറുപടി കിട്ടിയതും മൈ ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് വീണു. ശ്രേയയുടെ ശരീരത്തിന്റെ ആകാരവടിവും അതിനോട് തനിക്കുള്ള ആവേശവും ഓർത്തവും അവന്റെ ചുണ്ടിൽ കുസൃതി ചിരി വിരിഞ്ഞു. ഇതിനോടൊക്കെ ഒരുപാട് പെൺകുട്ടികളുടേത് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് എന്താ ഒരു... അവനൊരു ചിരിയോടെ ബെഡിലേക്ക് മുഖമമർത്തി. ഇന്ദ്ര മോനെ, നീ എന്നോട് ഫോൺ എടുക്കാത്തത്? ആരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലടാ? എന്താ ഇവിടെ പ്രശ്നം ഉണ്ടായത്? ഈ ഏട്ടനോട് നീ ഒന്ന് പറ. എന്തെങ്കിലും ഒന്ന് പറയടാ, എനിക്കൊരു സമാധാനമില്ല. തലയാകെ പെരുത്തു വരിക. എന്തെങ്കിലും ഒന്ന് പറയും നീ. ശ്രീഹരി അപ്പോഴും സീൻ ചെയ്യാത്ത ഇന്ദ്രനയച്ച മെസ്സേജ് നോക്കി വിതുമ്പി. പെട്ടെന്ന് അവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. കണ്ണുനീര് ഒളിച്ചിറങ്ങിയ കണ്ണുകൾ അമൃത്തി തുടച്ചു. ഇല്ല, ഇനി ഞാനാരും വിളിക്കില്ല. നോയിക്കോ, നിന്റെ മറുപടി എനിക്ക് കിട്ടേണ്ടത്. 1 മണിക്കൂർ കൂടെ ഞാൻ നോക്കും. അതിനുള്ളിൽ നിന്റെ മറുപടി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് ഞാനങ്ങ് വരും. ശ്രീഹരി വീണ്ടും മെസ്സേജ് അയച്ച് തന്റെ ഫോണിലേക്ക് നോക്കി. ശ്രീമംഗലത്തെത്തിയതും മുത്തശ്ശനും ബാക്കിയുള്ളവരും വണ്ടിയിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് കയറിപ്പോയതും ഇന്ദ്രൻ ഇറങ്ങാതെ വണ്ടിയിൽ തന്നെ ഇരുന്നു. മനസ്സാ കൈവിട്ട അവസ്ഥയാണ്. ഇപ്പോഴും നടന്ന കാര്യങ്ങൾ സത്യമാവരുത് എന്ന് തന്നെയാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഇനി മായ തമാശ പറഞ്ഞാണ് ഏട്ടനെ പറ്റിക്കാൻ. അപ്പോൾ ശില്പയുമായുള്ള വിവാഹം എല്ലാവരും ഉറപ്പിച്ചതും അപ്പൊ സത്യമല്ലേ നടന്ന്? എല്ലാം കൺമുമ്പിൽ പകൽ പോലെ സത്യമായിരുന്നിട്ടും അതൊന്നും വിശ്വസിക്കാൻ അവന്റെ മനസ്സപ്പോഴും തയ്യാറായില്ല. ഇതൊക്കെ ഓർത്ത് തന്റെ ഹൃദയം ഇത്രയധികം പിടയുന്നുണ്ടെങ്കിൽ എല്ലാം അറിയുമ്പോൾ തന്റെ ഏട്ടന്റെ ഹൃദയം എത്രമാത്രം പിടയും ഈശ്വര. ഇത്രയും വർഷങ്ങൾ കണ്ണിലെ കൃഷ്ണമണിയായി നെഞ്ചിൽ അണയാത്ത വിളക്കായി കാത്തു സൂക്ഷിച്ച തന്റെ പ്രണയം, ആ പ്രണയത്തിന് ഇന്നത്തോടെ തിരശീല വീണെന്നറിഞ്ഞാൽ തന്റെ ഏട്ടൻ ഹൃദയം പൊട്ടിപ്പോവൂലേ? എങ്ങനെ സഹിക്കും ഇതൊക്കെ? ഇന്ദ്രന് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടിയില്ല. ഇനി അറിയിക്കാതിരുന്നിട്ടും ഫോൺ നോക്കാതിരുന്നിട്ടും കാര്യമില്ല. അവൻ സീരിയലിൽ നിന്ന് തലയുയർത്തി തന്റെ ഫോൺ കയ്യിലെടുത്ത് നെറ്റ് ഓൺ ചെയ്തും ശ്രീഹരിയുടെ വോയിസ് മെസ്സേജ് കേട്ടതും അവന്റെ ഉള്ളം നീറി. വേദനയോടെ ഇന്ദ്രൻ ആ മെസ്സേജിലേക്ക് വീണ്ടും നോക്കി. എന്ന് മറുപടി പറയും ഏട്ടനോട്. പറഞ്ഞില്ലെങ്കിലും ശരിയാവില്ല. പറയണ. വീണ്ടും മെസ്സേജിന്റെ സൗണ്ട് കേട്ടതും ഇന്ദ്രൻ മനസ്സിന് ധൈര്യം കൊടുത്ത് ശ്രീയേട്ടെന്ന പേരിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് ശേഷം അവനെ വിളിച്ചു.
കോൾ ചെയ്ത് ആദ്യത്തെ റിങ് കഴിഞ്ഞത് അപ്പുറത്ത് കോള് കണക്റ്റ് ആയി. ഡാ മോനെ എന്താ പറയണം, എന്താ അവിടെ സംഭവിച്ചത്? നിന്നെ ഈ മായടക്കം എല്ലാവരും ഞാൻ വിളിച്ചു, ഒരാൾ പോലും ഫോൺ എടുക്കുന്നില്ല. എന്താണ് പ്രശ്നം? അതിന് മാത്രം എന്താണ് അവിടെ നടന്നേ? ഒറ്റ വീർപ്പിൽ ശ്രീഹരി ചോദിച്ചുകൊണ്ട് നിർത്തി. ഇന്ദ്ര നീ കേൾക്കുന്നില്ലേ? ഉണ്ടേട്ടാ കേൾക്കുന്നുണ്ട്. എന്നാ പറ, നിങ്ങൾ മായയുടെ വീട്ടിൽ പോയിട്ട് എന്തായി? എല്ലാം ഓക്കെ ആയില്ലേ? ഏട്ടപ്പോഴെത്തുക? ഞാൻ രാത്രിയാവും. എന്നാ പിന്നെ ഏട്ടൻ നാട്ടിലേക്ക് വാ, കാര്യങ്ങൾ എടുത്തുമ്പോൾ വിശദമായിട്ട് സംസാരിക്കാം. നടക്കില്ല, എനിക്കറിയണം ഇപ്പൊ തന്നെ. കളവ് പറയാൻ കഴിയില്ല. എല്ലാം ഓക്കെ എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷത്തോടെ രാത്രി ഇവിടെ എത്തുമ്പോൾ കാര്യങ്ങൾ അറിഞ്ഞാൽ ഏട്ടൻ ഇതിലേറെ തകർന്നു പോകും. പറയാനും പറയാതിരിക്കാനും പറ്റാത്ത അവസ്ഥ. ഏട്ടാ അത് പറയണ വേഗം. ശ്രീ വാ, മീറ്റിംഗ് തുടങ്ങി. പെട്ടെന്ന് ഇവന് വന്ന് വിളിച്ച ശ്രീഹരിയും തിരിഞ്ഞു. ഏട്ടാ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്, ഏട്ടാ ചെല്ല്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും പ്ലീസ്. അതും പറഞ്ഞ് ഇന്ദ്രൻ കോൾ കട്ട് ചെയ്തു. അവനപ്പോൾ മറ്റൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇന്ദ്രൻ കോൾ കട്ട് ചെയ്തും നീവിന് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ശ്രീഹരിക്ക് വീണ്ടും ഇന്ദ്രനെ വിളിക്കാൻ കഴിഞ്ഞില്ല. വാടോ, നീവിൻ പറഞ്ഞു കേട്ടതും ശ്രീഹരി അവനൊപ്പം മീറ്റിംഗ് ഹാളിലേക്ക് നടന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. വൈകിട്ട് ഡോർനാരോ മുട്ടുന്ന കേട്ടാണ് മായ കണ്ണുകൾ തുറന്ന്. കരഞ്ഞു കരഞ്ഞ് എപ്പോഴും അവൾ മയങ്ങിപ്പോയിരുന്നു. തൊട്ടടുത്ത് ഫോൺ എടുത്ത് സമയം നോക്കുമ്പോൾ 5:30. വീണ്ടും വീണ്ടും വാതിൽ മുട്ടയിട്ടതും കരഞ്ഞു തീർത്ത കണ്ണുകൾ അമൃത്തി തുടച്ച് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വാതിലിന്റെ അടുത്തേക്ക് നീങ്ങി. ചേച്ചി. വാതിൽ തുറന്ന് അങ്ങോട്ട് കയറി വന്ന ശിവാനി അവളെ കെട്ടിപ്പിടിച്ചു. എന്താ ചേച്ചി ഇതൊക്കെ? എന്താ മോളെ? ഞാനിപ്പോ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴാ അമ്മ പറഞ്ഞ് ചേച്ചിക്ക് ശ്രീയേനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു എന്ന്. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞ്? ശ്രീയേനെ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ? അതുപോലെ ശ്രീയേനെ ചേച്ചി എന്ന ജീവനല്ലേ? പിന്നെ പെട്ടെന്ന് ചേച്ചിക്ക് മാത്രം ഇത് എന്തു പറ്റി? ശിവാനി മായയെ പിടിച്ചുകൊണ്ട് ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. ശിവ, നിനക്ക് വിശപ്പില്ലേ? കുളിച്ചിട്ട് വന്നിട്ട് വല്ലതും കഴിക്ക്. ഹാളിലേക്ക് വന്ന അമ്മ മായയെ കടുപ്പിച്ചു നോക്കി ശിവാനിയോടായി പറഞ്ഞു. അമ്മയൊന്ന് പോയി, ഞാൻ വന്നോളാം. എപ്പോ വന്നോളാന്ന്? അനുസരണക്കേട് കാണിക്കുന്നവരെ കൂടെ കൂട്ടിയിട്ട് നീയോ അതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? അത് നിന്റെ നല്ലതിനാവില്ല ശിവ, മനസ്സിലായിക്കോ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചേച്ചി ഉദ്ദേശിച്ചാണോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ആരെയും ഉദ്ദേശിച്ചില്ല, നീ നിന്റെ കാര്യം നോക്ക് വേണേ. ശിവയോട് വീണ്ടും പറഞ്ഞുകൊണ്ട് അമ്മ അവിടുന്ന് പോയി. മോള് ചെന്ന് ഫ്രഷായി വല്ലതും കഴിക്ക്. ചേച്ചി ചെല്ല് മോളെ. ചേച്ചി വല്ലതും കഴിച്ചോ? കഴിച്ചു, മോള് ചെല്ല്. മായ വീണ്ടും പറഞ്ഞു. ശിവ ചേച്ചിയെ നോക്കിയൊന്ന് പുറത്തേക്ക് കടന്നു. പാവം, ഏതവസ്ഥയിലും തന്നെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവൾ. പ്രായം ചെറുതാണെങ്കിലും പക്വതയിൽ സംസാരിക്കുന്നവൾ. ശിവ പോയ വഴിയെ നോക്കി പറഞ്ഞുകൊണ്ട് വീണ്ടും അവൾ ബെഡിലേക്ക് ഇരുന്നു. മനസ്സാകെ അസ്വസ്ഥതയിലാണ്. കഴിഞ്ഞുപോയ സംഭവങ്ങളുടെ ഷോക്കിലാണ് ഇപ്പോഴും താനുള്ളത്. അതിൽ നിന്നൊരു മോചനം ഇതുവരെ കിട്ടിയിട്ടില്ല, ഇനി അങ്ങോട്ട് കിട്ടുകയുമില്ല. ശ്രീയേട്ടൻ എന്തായിരിക്കും ശ്രീയേട്ടന്റെ അവസ്ഥ? ഇതിനോടൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നിട്ടൊന്ന് വിളിച്ചു നോക്കിയത് പോലും ഇല്ലല്ലോ. അല്ലെങ്കിൽ എന്തിനു വേണ്ടി വിളിക്കുന്നു? താൻ ഇത്രയും വർഷങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് സ്നേഹിച്ച പെണ്ണ് തന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. അതും ഇത്രയും നാൾ കാത്തിരുന്നിട്ട് ഒന്നാമത്തെ ദിവസം കുറിക്കാൻ പോയ തൻ്റെ വീട്ടുകാർക്ക് മുമ്പിൽ. ഇന്നലെ വരെ എൻ്റെ ജീവനായവൾ ഇന്ന് തൻ്റെ ജീവൻ എടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള അവളെ ഇനി എന്തിനു വിളിക്കണം? ഇനി എന്തിനു കാണണം? വേണ്ട, ഒന്നും തന്നെ വേണ്ട. അങ്ങനെ ചിന്തിച്ചുകൂടെ? ചിന്തിക്കാം, തെറ്റു പറയാനൊക്കില്ല ഒരിക്കലും. തൻ്റെ ഭാഗത്താണ് തെറ്റ്, അതിന് ന്യായീകരിക്കാൻ കഴിയില്ല. ശ്രീയേടെല്ലാം സഹിക്കാനുള്ള കരുത്ത് കൊടുക്കണേ. വെറുതെയെങ്കിലും അവൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.